പശ്ചിമേഷ്യയിലെ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുകൾ അത് ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും നാശനഷ്ടങ്ങളുടെ തോതും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും നിലവിൽ ഇറാനിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണം തുടർന്നപ്പോൾ ആകാശത്തേക്ക് ഉയർന്ന് അഗ്നിജ്വാലകൾ. ടോൺ ഗുയാൻ ഓയിൽ റിഫൈനറിക്ക് നേരെ ആക്രമണം ഉണ്ടായതായി ഇറാൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലായ എണ്ണ മേഖലയ്ക്ക് നേരെയുള്ള ആദ്യ ആക്രമണമാണിത്. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിൽ തങ്ങൾ പ്രധാനമായും ലക്ഷ്യം വെക്കുകയും ഇറാന്റെ എണ്ണ സമ്പത്തായിരിക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ടെഹ്റാന് തെക്ക് മാറിയുള്ള ടോൺ ഗുയാൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് പുറമെ മറ്റു ചില എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ സേന ആക്രമണം നടത്തി. ഇറാൻ സൈന്യത്തിന് ആവശ്യമായ ഇന്ധനം വിതരണം ചെയ്യുന്ന റിഫൈനറിയാണ് തകർത്തതെന്നും ഇസ്രായേലി സേനാ വൃത്തങ്ങൾ അറിയിച്ചു. ഇറാന്റെ ഭീകര ഭരണകൂടത്തിന്റെ സൈനിക ശക്തിക്ക് നേരെയുണ്ടായ മറ്റൊരു കടുത്ത ആക്രമണമാണിതെന്നാണ് ഇസ്രായേൽ സേന വിശേഷിപ്പിച്ചത്. അതിനിടെ അമേരിക്കൻ കരസേനയെ ഇറാൻ മണ്ണിൽ വിന്യസിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സ്വകാര്യ യോഗത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചതായും ചില സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു.